പുള്ളിക്കാരി നിരന്തരം വിളിയായി. പിന്നെ നിരന്തരം വിളിയായിട്ട് എൻ്റെ പറഞ്ഞു, ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, സ്റ്റിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നിന്റെ തീരുമാനം എന്താണ് എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. ഈ കുട്ടി അത് കിരൺ ആദ്യം ചോദിച്ച ചോദ്യം തിരിച്ചായി. കുട്ടി എന്നെ തിരിച്ചു ചോദിച്ചു, ഞാൻ സ്റ്റിൽ നിനക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്, നിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ഒരു കുട്ടിയെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ താല്പര്യമില്ല എന്ന് ഞാൻ വളരെ ഉറച്ച തീരുമാനമായിരുന്നു. എൻ്റെ അമ്മ എടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ നീ ചെയ്യാനാണ് പറഞ്ഞത്. വീട്ടുകാരും സപ്പോർട്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അന്ന് ഇതിൻ്റെ പേരിൽ ഞാൻ ഓരോ അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ബ്രദേഴ്സൊക്കെ എന്നെ ഇടിച്ച് ഉറക്കിയിട്ടുണ്ട്. ഭയങ്കര സ്റ്റോറിയാണ്. ഇതൊന്നും എനിക്ക് പറയാണ്ട്, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പം പറഞ്ഞു പോകുന്നുണ്ട് അറിയാം. തീർച്ചയായിട്ടും. അങ്ങനെ അതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടിച്ച ചേട്ടന്മാരിൽ, ഈ അടിക്കുന്ന സമയത്ത് ഞാൻ നടനൊന്നും അല്ല, അടിച്ച ചേട്ടന്മാർ ഇവരുടെ ഒരു ഫംഗ്ഷൻ ഇവിടെ വെച്ച് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഒരു ഹാളിൽ നടന്നു. ഞാൻ ഈ ഹാളൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. നടന്നു. അവിടെ അന്ന് ഗസ്റ്റായിട്ട് വന്നത് ഞാൻ, സേതുലക്ഷ്മി അമ്മ, മറ്റേ കുട്ടി അഖിലില്ലേ, കോമഡി സ്റ്റാറിൽ കുട്ടി അഖിൽ, ഞങ്ങൾ 3 പേരാണെന്ന് വന്നത്. അതിലും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവളുടെ ചേട്ടനെ പൊന്നാട അണിയിച്ച് ഞാനാ. അത് ദൈവം എന്ന് പറഞ്ഞ ഇടിപ്പിച്ച ആള്. പുള്ളി അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തേ ഉള്ളൂ. ഇടിപ്പിച്ച ആളിന് ഞാൻ, പുള്ളി ശരിക്കും പറഞ്ഞ് ഇടിക്കുന്ന സമയത്തും ഞാനാണ് ഈ വ്യക്തി എന്ന് പുള്ളിക്ക് അറിയില്ല. ഇവിടെ ഈ ഫംഗ്ഷൻ വന്നപ്പോഴും എൻ്റെ അനിയത്തിൻ്റെ പുറകെയാണെന്ന് ഈ പുള്ളിയാണ്. പുള്ളി പണ്ട് നമ്മൾ കോളേജിൽ കിടക്കും, താടിയൊക്കെ വേറെ പുള്ളി എന്നെങ്കിൽ പുള്ളി എന്നെ ഓർക്കുന്നില്ല. പുള്ളിയെ പൊന്നാടയൊക്കെ കാണിച്ച്, പുള്ളി എന്നെ മൊമ്മൻ്റെയൊക്കെ വാങ്ങിച്ച്, പുള്ളി ആ ഫോട്ടോ ഒക്കെ എടുത്ത് പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് പുള്ളിയുടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ചോദിച്ചാൽ, ഇവനെയാണ് അന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കാനൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ആ പുള്ളി ഷോക്കിംഗ് ആയി. അപ്പോൾ അപ്പോഴും ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ അനിയത്തി കെട്ടിയിട്ടില്ല, കെട്ടാൻ നിൽക്കുകയാണ്. കസിൻസാണ് അവരെപ്പോഴും. അങ്ങനെ പുള്ളി വിളിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിനെ, ഒരു ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ അവൻ്റെ തീരുമാനം എന്താണെന്ന് പറ, നമുക്ക് ആലോചിക്കാം, നമ്മൾ സ്റ്റിൽ. അപ്പോഴും ഈ പറയുന്ന ഇവരെ ഒന്നും എനിക്കൊരു വീടായെന്ന് മാത്രമേ ഉള്ളൂ, ഇവർ ഈ പറയുന്ന ഇവരുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും എനിക്കായിട്ടില്ല. അപ്പോഴും ഇവരെന്നെ പറഞ്ഞു, ഇതുപോലെ നമുക്ക് ആലോചിക്കാം, അവളിപ്പോഴും അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. എൻ്റെ സ്റ്റാൻഡ് എന്താണ്, പഞ്ചാബി ഹൗസ് പോലെയാണ് ചേട്ടാ എൻ്റെ ലൈഫ്, എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴും പറഞ്ഞു, ചേട്ടാ എൻ്റെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്നെ കളഞ്ഞിട്ട് ഒരു കുട്ടിയാണ് നിങ്ങൾ അനിയത്തി, എനിക്ക് താല്പര്യമില്ല. അപ്പം ഈ വിളിച്ച ചേട്ടൻ അറിയാം ഈ സ്റ്റോറി. ഈ പുള്ളിക്കാരൻ പോലും എനിക്ക് വേണ്ടി ഈ കുട്ടിയോട് സംസാരിച്ചിട്ടുള്ളതാണ് പോസിറ്റീവായിട്ട്. അപ്പം അയാൾ പറഞ്ഞാൽ അവൻ്റെ സ്റ്റാൻഡ് അതാണ്. കാരണം വെച്ചാൽ അവൻ ഓൾറെഡി എനിക്കറിയാം, കുറേയൊക്കെ നിൻ്റെ അനിയത്തി കാണിച്ചേക്ക് എനിക്ക് നന്നായിട്ടറിയാം.